എല്ലാം ശരിയാകുമെന്നേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്. ഞാൻ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കട്ടെ. അതിനുശേഷം വിളിക്കാം. എന്തായാലും ഞങ്ങൾ അറ്റൻഡ് ചെയ്യും. ഓക്കെ. അവരെന്തു പറഞ്ഞു ചന്ദ്രേട്ടാ? മീറ്റിംഗിൽ പങ്കെടുക്കാതിരിക്കാൻ പറ്റില്ല. സുധിയോട് സംസാരിക്കാൻ പാടില്ലായിരുന്നോ? ചന്ദ്രേട്ടന് സുഖമില്ലാതെ എങ്ങനെ പോവാനാ? ഇപ്പൊ അസുഖമൊന്നുമില്ലല്ലോ. മാത്രമല്ല, തൽക്കാലം സുധിയോട് ഇതിനെക്കുറിച്ച് പറയാതിരിക്കുന്നതാ നല്ലത്. എന്താ, അവൻ പോകില്ലെന്ന് കരുതിയാണോ? അതല്ല, അവനിപ്പോ മലേഷ്യയിലേക്ക് പോയാൽ ശരിയാവില്ല. ബിൽഡേഴ്സ് മീറ്റിംഗിന് അവനല്ലേ സാധാരണ പോവാറുണ്ടായിരുന്നത്? ഇപ്പൊ അവൻ ഇവിടെ നിന്ന് പോയാല് അവന്റെ ജീവിതം എങ്ങും ഏതും എത്താതാവും. അതെന്താ അങ്ങനെ? മലേഷ്യ മീറ്റിംഗിൽ പങ്കെടുത്ത തകർന്നു പോകുന്ന ജീവിതമാണോ സുധിയുടേത്? ഇവിടെ നിന്നും കുറച്ചു ദിവസം വിട്ടു നിൽക്കുമ്പോ അവനും സത്യം തമ്മിലുള്ള അകലം കൂടും. അവരിങ്ങനെ ഇനിയും അകന്നു നിൽക്കുന്നത് നല്ലതല്ല. അച്ഛാ, മലേഷ്യയിലെ ബിൽഡേഴ്സ് മീറ്റിംഗ് അച്ഛനെ വിളിച്ച് പറഞ്ഞിരുന്നു. വിളിച്ചിരുന്നു. ഞാൻ ചെല്ലാമെന്ന് ഏറ്റിട്ടുണ്ട്. ഞാൻ തന്നെ പോണം. ഈ പ്രാവശ്യം അച്ഛൻ വരുന്നുണ്ടോ? ഞാൻ പൊയ്ക്കൊള്ളാമെന്നേ. നീ വരണമെന്നൊന്നുമില്ല. ഞാൻ വരാതെ എങ്ങനെ ശരിയാവും? ആ കോൺഫറൻസിലെ സൈനിങ് അതോറിറ്റി ഞാനല്ലേ? അല്ല, അപ്പോ അവനല്ലേ പോകേണ്ടത്? അതെ, പക്ഷേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. അതിനൊന്നും ആവശ്യമില്ല. ആവശ്യമുണ്ട്. എനിക്ക് ചില കാര്യങ്ങൾ ഗൗരവമായി ഡിസ്കസ് ചെയ്യാനുണ്ട്. നിനക്ക് വരാൻ പറ്റാഞ്ഞിട്ടാണെന്ന് ഞാൻ പറഞ്ഞോളാം. അതിന് എനിക്ക് വരാൻ ഒരു ബുദ്ധിമുട്ടുമില്ല അച്ഛാ. എടാ, നീ ഒരു ലീവ് സൈൻ ചെയ്ത് തന്നാ മതി. അത് ഞാൻ അവിടെ സബ്മിറ്റ് ചെയ്തോളാം. അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്നാ നമുക്ക് ഒരുമിച്ച് പോവാം. എനിക്കിപ്പോ ഒരു യാത്ര അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ ഞാൻ തനിയെ പോയിക്കോളാം. അച്ഛന് ചെസ്റ്റ് പെയിൻ ഉള്ളതല്ലേ, വെറുതെ ഒരു റിസ്ക് എടുക്കണ്ട. അതെ, മാത്രല്ല നിങ്ങൾ രണ്ടുപേരും കൂടെ പോയ പിന്നെ ഇവിടെ ആരാ? ഇവിടെ ബൈജു ഇല്ലേ? അതിനേക്കാൾ ഭേദം ആരും ഇല്ലാത്തതാ. തൽക്കാലം അച്ഛൻ വരണമെന്നില്ല, ഞാൻ തനിച്ച് പോയിക്കോളാം. അല്ലടാ, അപ്പോ സത്യയെ കൂട്ടിക്കൊണ്ട് വരണ്ടേ? അത് ഞാൻ വരുന്നതിന്റെ പിറ്റേന്ന് പോയി വിളിച്ചോണ്ട് വരാം. അതുപോലെ, അല്ലെങ്കിൽ അച്ഛൻ പോയി അവളെ വിളിച്ചോണ്ട് പോരെ. എന്തായാലും ആ മീറ്റിംഗ് ഞാൻ തന്നെ അറ്റൻഡ് ചെയ്യണം, പ്ലീസ്. എന്നാ ശരി, നിന്റെ ഇഷ്ടം പോലെ ആവട്ടെ. ചന്ദ്രേട്ടനപ്പോ സത്യ തിരിച്ചു കൊണ്ടുവരാത്തതിലുള്ള വിഷമല്ലേ? അതൊരു വിഷമം തന്നെ. അത് പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ല. ആ വിഷമം ഉള്ളതുകൊണ്ടാ സുധി സന്തോഷത്തോടെ മലേഷ്യക്ക് പോവാന്ന് പറഞ്ഞത്. വിക്രമം വിളിച്ച സത്യ പോവോ? അത്രയും ഞങ്ങൾക്ക് അറിയേണ്ടതുള്ളൂ. പോണോന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സത്യ തിരിച്ചു പോണം, അതാ നല്ലത്. എന്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന നിങ്ങൾ തന്നെ ഇങ്ങനെ ചോദിച്ചാലോ? എല്ലാ ആ അഭിയുടെ കളിയാണെന്നല്ലേ ക്ലീറ്റസ് പറഞ്ഞത്? പിന്നെ എന്തിനാ സത്യ ദിവ്യയെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കുന്നത്? സുധിയുടെ മനസ്സിൽ ചേച്ചി മാത്രമേ ഉള്ളൂ. അത് അഭിയുടെ കുറ്റമല്ല. എല്ലാം അഭിയുടെ സൂത്രപ്പണിയാ. അയാൾക്ക് സത്യം വിക്രമനും തമ്മിൽ പിരിഞ്ഞു കാണണം, അതാണ് ലക്ഷ്യം. നോക്കിക്കോ, വിക്രമം വരും സത്യയെ മണിമംഗലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ. അങ്ങനെ വിക്രമം വന്ന് വിളിച്ച സത്യ മണിമംഗലത്തേക്ക് തിരിച്ചു പോകുമോ? അതാണ് ഞങ്ങൾക്കറിയേണ്ടത്. വിളിക്കട്ടെ, അത് അപ്പോഴല്ലേ പറയേണ്ടത്. അച്ഛാ, മോളെ സുഖമാണല്ലോ അല്ലേ? എന്ന് ചോദിച്ചാ സുഖാണെന്ന് പറയണമെന്നുണ്ടച്ചാ. അപ്പോ അല്ലെന്ന് സാരം. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ആ,
കുഴപ്പമില്ല. മോള് വർക്ക്ഷോപ്പിലാണോ? അതെ അച്ഛാ. നിന്നെ സുധി വിളിക്കും. അവൻ മലേഷ്യയിലേക്ക് പോകുന്നു. ബിസിനസ് സംബന്ധമായ ഒരു യാത്രയാണ്. ഞാൻ പൊയ്ക്കളാമെന്ന് പറഞ്ഞിട്ട് സുധി സമ്മതിച്ചില്ല. ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കിട്ടുന്ന അവസരമല്ലേ, സുധി അത് ഒഴിവാക്കില്ല. അവൻ നിർബന്ധം പറഞ്ഞു. എനിക്കും തോന്നി അവന്റെ മനസ്സൊന്ന് ഫ്രഷ് ആവാൻ ഒരു യാത്ര അത്യാവശ്യമാണെന്ന്. യാത്ര പറയാൻ അവൻ സത്യയെ വിളിക്കുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. എനിക്ക് അങ്ങനെ ഒരു വിശ്വാസം ഇല്ല അച്ഛാ. അഥവാ വിളിച്ചില്ലെങ്കിലും മോള് വിഷമിക്കരുത്. ഈ യാത്രയോടെ ഒരു പുതിയ മനുഷ്യനായിട്ടായിരിക്കും സുധിയുടെ തിരിച്ചുവരവ്. ആ മോളെ, ഞാൻ വിളിക്കാം. എനിക്ക് വേറൊരു കോള് വരുന്നുണ്ട്. ആ ശരി അച്ഛാ. എന്താ സത്യ ചിരിക്കുന്നേ? ശ്രീസാർ ഇങ്ങോട്ട് വരുമായിരിക്കും അല്ലേ സത്യ കൊണ്ടുപോവാൻ? സുധി മലേഷ്യയിലേക്ക് പോവാണെന്ന്. മലേഷ്യയിലേക്കോ? ഒളിച്ചോടുകയാണെന്ന് പറഞ്ഞാൽ എളുപ്പം മനസ്സിലാവും. അപ്പോ നീ പോകാൻ തന്നെ തീരുമാനിച്ചോ? അതെ. നീ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ തന്നെ എല്ലാം പാക്ക് ചെയ്ത് തരുമായിരുന്നല്ലോ. എന്തായാലും ഈ തീരുമാനം വെഡിത്തരം അസുതി. മലേഷ്യയിലെ ബിൽഡേഴ്സ് മീറ്റിങ്ങിന് ഞാൻ തന്നെ പോണം. അവിടെ സൈൻ ചെയ്യേണ്ടത് ഞാനാ. എടാ, ഒരു ലീവ് ലെറ്റർ മെയിൽ ചെയ്യേണ്ട കാര്യമല്ലേ ഉള്ളൂ. പക്ഷേ എനിക്ക് പോണം. ഒരു യാത്ര അതെനിക്ക് മസ്റ്റാ. അതോ അച്ഛന്റെ ആജ്ഞപ്രകാരം സത്യയെ കൂട്ടിക്കൊണ്ടുവരേണ്ടി വരുമെന്ന് പേടിച്ചിട്ടാണോ? ആ, എല്ലാത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമായിട്ട് കണ്ടോളൂ. സുധി, ഇപ്പൊ നീ ഇവിടുന്ന് പോയാ ബാക്കി കാര്യങ്ങൾ എങ്ങനെ ഫോർവേഡ് ചെയ്യും? എന്ത് കാര്യം? ഇപ്പൊ തന്നെ നീ ആ കാര്യം മറന്നു. മലേഷ്യയിൽ പോയി വരുമ്പോഴേക്കും നീ കഴിഞ്ഞതെല്ലാം മറക്കുമല്ലോ. ചേച്ചി ഏത് കാര്യമാ പറയുന്നത്? ഓ എടാ, സത്യ ഡിവോഴ്സ് ചെയ്യുന്ന കാര്യം. നീ ഇവിടുന്ന് പോയാ ആ കാര്യം ആരാ ചെയ്യുന്നേ? മലേഷ്യയിലെ മീറ്റിംഗ് നീ ഇല്ലെങ്കിലും നടക്കും. പക്ഷേ ഡിവോഴ്സ് പെറ്റീഷൻ സൈൻ ചെയ്യാൻ നീ തന്നെ വേണം. അവൾ ഇനി ഈ വീട്ടിൽ കാല് കുത്തരുത്. പക്ഷേ എനിക്ക് പോയേ പറ്റൂ. ഇവിടെ ഇങ്ങനെ കുറച്ചു ദിവസം കൂടി നിന്നാ എനിക്ക് സമനില തെറ്റും. എടാ, ആദ്യം സത്യയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആവട്ടെ. അതോടെ നിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരില്ലേ? ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എനിക്ക് പോയേ പറ്റൂ. നീ തിരിച്ചു വരുമ്പോഴേക്കും അച്ഛൻ സത്യ ഇവിടേക്ക് വിളിച്ചു വരുത്തും. ഓഫീസിൽ അവൾക്കായിട്ട് പണി കഴിപ്പിച്ച ക്യാബിനില് അവള് നിന്നേക്കാളും ഉയർന്ന സ്ഥാനത്ത് കയറിയിരിക്കും. സത്യ ഇവിടെ തിരിച്ചു വന്നെന്ന് അറിഞ്ഞാ പിന്നെ സുധി ഇവിടേക്ക് വരില്ല. അങ്ങനെ എൻ്റെ പ്രവചനത്തെയും ചന്ദ്രദാസന്റെ പ്രതിരോധത്തെയും കാറ്റിപ്പറത്തിക്കൊണ്ട് സുധി മലേഷ്യയിലേക്ക് പറന്നു. സത്യയുമായുള്ള ജീവിതം സുധിക്ക് മടുത്തു കാണും.
കറക്റ്റ്. അല്ലായിരുന്നെങ്കിൽ സുധിക്കൊപ്പം സത്യം ഉണ്ടാവുമായിരുന്നു മലേഷ്യൻ യാത്രയിൽ. അപ്പോ നമ്മുടെ യാത്ര ഇനി ക്യാൻസൽ ചെയ്യാല്ലേ? സുധിയുള്ളിടത്ത് നമ്മൾ വേസ്റ്റാ ബിസിനസിന്റെ കാര്യത്തിൽ. പക്ഷേ എന്താ സർ? സുധിയുടെ ഈ യാത്ര ഒരു എസ്കേപ്പിംഗാ, എല്ലാത്തിൽ നിന്നുള്ളൊരു ഒളിച്ചോട്ടം. അവിടെ അവന്റെ ലക്ഷ്യം വരാൻ പോകുന്ന ബിസിനസ്സോ ഇന്റർനാഷണൽ ക്ലയൻസോ അല്ല. പിന്നെ പറഞ്ഞല്ലേ, ഒരു രക്ഷപ്പെടൽ മാത്രം. ഇനി അവൻ മലേഷ്യയിൽ പോയി ആത്മഹത്യ ചെയ്താലും ആശങ്കപ്പെടാനില്ല. രക്ഷപ്പെടൽ അത് ഏതു വിധത്തിലും ആകാലോ. ഒരാൾ നമ്മിൽ നിന്ന് അകന്നു നിൽക്കുമ്പോഴായിരിക്കും നമുക്ക് അയാളെ കാണാൻ കൂടുതൽ ആഗ്രഹം ഉണ്ടാവുക, അല്ലേ സർ? എന്താ, സുധിയെ കാണാൻ വല്ലാത്ത ആഗ്രഹം തോന്നുന്നുണ്ടോ? യെസ്, ഇപ്പൊ എനിക്ക് അങ്ങനെ തോന്നുന്നു. ഓർമ്മകളിൽ നിന്നും നഷ്ടപ്പെട്ട ആ പ്രണയകാലം തിരിച്ചെടുക്കണമെന്ന് തോന്നുന്നുണ്ടോ ദിവ്യയ്ക്ക്? പഴയതെല്ലാം പറഞ്ഞു കേട്ട അറിവുകളാണെങ്കിലും ഇപ്പൊ സുധിയോട് എനിക്ക് എന്തോ അടുപ്പം തോന്നുക. ഓർമ്മകൾ നഷ്ടപ്പെട്ടത് ദിവ്യയുടെ കഴിഞ്ഞ ജന്മമായിരുന്നു എന്ന് വേണം കരുതാൻ. രണ്ടാം ജന്മത്തിലും സുധിയെ തന്നെ പ്രണയിക്കാൻ കിട്ടുന്നത് ഭാഗ്യമാണ്. പക്ഷേ സുധി രക്ഷപ്പെട്ട് കഴിഞ്ഞില്ലേ സർ? ദിവ്യ ഞാൻ മലേഷ്യയിൽ എത്തിക്കാം. അവിടെ സുധിയെ വിവാഹം കഴിച്ച് നിങ്ങൾക്ക് സുഖമായി കഴിയാം. എന്തു പറയുന്നു? പോവാല്ലേ? പോവാ. ഡൺ. പപ്പ ദാ. കട്ടൻ ചായ മാത്രമേ ഉള്ളൂ, കഴിക്കാനൊന്നുമില്ലേ? രാവിലത്തെ ദോശ ഇരിപ്പുണ്ട്, എടുക്കട്ടെ? ആ, ഒരു കാര്യം ചെയ്യ്, രാത്രിയും ദോശ തന്നെ മതി. കിടക്കാൻ പോകുമ്പോഴേ ഒരു ദോശ തന്നേക്കണേ, വിരിച്ച് കിടന്ന് ഉറങ്ങാനാ. വേറെ ഒന്നും ഇല്ലല്ലോ പപ്പ. ചായക്കൊപ്പം എന്തെങ്കിലുമൊക്കെ കഴിക്കണം, അതാ എന്റെ ശീലം. വല്ല പപ്സോ പൊറോട്ടയോ ചിക്കനോ അങ്ങനെ എന്തെങ്കിലും. ഞാനൊരു കാര്യം ചെയ്യാം, സത്യം വിളിച്ചു പറയാം. അവള് വരുമ്പോ കൊണ്ടുവരുമായിരിക്കും. ആ, ഇനി വേണ്ട, തൽക്കാലം ചായ കുടിച്ചോളാം. അല്ല, ഞാൻ സത്യം വിളിക്കാം. അവളിപ്പോ സങ്കടത്തിലാവും, അത് കഴിയട്ടെ, എന്നിട്ട് വിളിക്കാം. സങ്കടത്തിലോ? അവൾക്കെന്താ സങ്കടം? അപ്പൊ നിങ്ങൾ വിവരമൊന്നും അറിഞ്ഞില്ലേ? എന്ത് വിവരം? സുധി നാട് വിട്ടു. നാട് വിടാനോ? നീ എന്തോ പപ്പ ഈ പറയുന്നേ? സുധി മലേഷ്യക്ക് ടൂർ പോയി. ആര് പറഞ്ഞു? ആ, വിളിച്ച് അന്വേഷിച്ചു നോക്ക്. അല്ല, സത്യോട് പറയാതെയാണോ പോയിരിക്കുന്നേ? ആരും പറഞ്ഞില്ല. ആ, അപ്പൊ അവൻ സത്യം മനഃപൂർവ്വം ഒഴിവാക്കിയത് തന്നെയാ. അതെന്തെങ്കിലും അത്യാവശ്യം ഉള്ളതുകൊണ്ട് പോയതായിരിക്കും. മണിമംഗലത്തുകാരെ സംബന്ധിച്ച് മലേഷ്യ അമേരിക്ക ഒക്കെ നമ്മൾ കോളനി പോയി വരുന്ന പോലെയല്ലേ? ഉടനെ ഇങ്ങ് തിരിച്ചു വരുമായിരിക്കും, അതായിരിക്കും പറയാതെ പോയത്. ഉടനെ തിരിച്ചു വരുമോന്നൊന്നും എനിക്കറിയില്ല. ടൂറിന് പോകുന്നു കേട്ടത്. ചിലപ്പോ. എന്താ പപ്പ? സത്യ വിവരം അറിയിക്കാതെ പോയതായതുകൊണ്ട് ഒരു സംശയം. എന്ത് സംശയം? സുധിയുടെ കൂടെ ദിവ്യയും പോയിട്ടുണ്ടോന്ന്. ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ പറ്റത്തില്ല ഇടത്തി. സത്യ ഇവിടെ കൊണ്ടുവന്ന് നടകളിയ സ്ഥിതിക്ക് അവനൊരു കൂട്ടുവേണ്ടേ? ദിവ്യയും സുധിയാണെങ്കിൽ ഇപ്പോഴും ഇഷ്ടത്തില്ല. ആ സ്ഥിതിക്ക് അവർ രണ്ടുപേരും കൂടി തന്നെ ആവും പോയിട്ടുണ്ടാവുക. നീ എന്തിനാ എഴുതാപ്പുറം വായിക്കുന്നത്? എഴുതിയ പുറം തന്നെ നേരാവണ്ണം വായിക്കാൻ എനിക്ക് പറ്റുന്നില്ല, അപ്പോഴാ എഴുതാപ്പുറം വായിക്കുന്നത്. ഏട്ടത്തി എന്നോട് ചൂടാവണ്ട, ഞാനൊരു സംശയം പറഞ്ഞതേ ഉള്ളൂ. നീ ഇപ്പൊ അങ്ങനെ സംശയിക്കണ്ട. സുധി വിവാഹം കഴിച്ചത് ദിവ്യയല്ല, സത്യയാ. അവര് തമ്മിൽ ചെറിയ എന്തോ പ്രശ്നമുണ്ടെന്ന് കരുതി 2 ദിവസം കഴിയുമ്പോ അവരങ്ങ് ഒന്നിക്കും.
ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതങ്ങ് പെരുപ്പിച്ച് കാണിച്ച് വെറുതെ എന്തിനാ അവരുടെ ജീവിതം നശിപ്പിക്കുന്നത്? ആ, ഞാൻ ആരുടെയും ജീവിതം നശിപ്പിക്കാൻ വരുന്നില്ലേ. ആ, ഏട്ടത്തിൽ നേരത്തെ പറഞ്ഞ ദോശ ഉണ്ടെങ്കിൽ എടുക്കും. വല്ലാത്ത വിശപ്പ്. അതെ വേണ്ട, ഞാൻ പോയി എടുത്ത് കഴിക്കാം. രാധികേ, എന്താ ചന്ദ്രേട്ട? സുജിത എവിടെ? അവള് പുറത്തെവിടെ പോയിരിക്കുക. അതെവിടേക്കെന്നാ ഞാൻ ചോദിച്ചത്. ചന്ദ്രേട്ടൻ ഇത് എന്നോട് ചോദിച്ചാൽ എങ്ങനെയാ? പ്രായപൂർത്തിയായ മക്കൾ എവിടെയാ പോകുന്നത്, എന്തിനാ പോകുന്നതെന്നൊക്കെ ഞാൻ എങ്ങനെ അറിയാനാ? അറിയണം. ഒരമ്മ എന്ന നിലയിൽ മാത്രമല്ല, ഈ വീട്ടിലെ എല്ലാ കാര്യവും അറിയാവുന്ന ഒരാളെന്ന നിലയിൽ നിനക്ക് ആ ഉത്തരവാദിത്തം കൂടുതൽ. ഇവിടെ ഓരോരുത്തരും എവിടെ പോകുന്നു, എപ്പോ തിരിച്ചു വരുന്നു എന്നതൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് നീയാ. പ്രത്യേകിച്ചും നമ്മുടെ മോൾ സുജിതയുടെ കാര്യം. അവൾ നമ്മളുടെ മകളായിരിക്കാം, പക്ഷേ സാധാരണ പെൺകുട്ടികളെ പോലെ വിവാഹം കഴിച്ച് ഭർത്താവിന്റെ വീട്ടിലല്ല അവൾ കഴിയുന്നത്. അവളെവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് ഞാനാണെന്ന് തോന്നുമല്ലോ ചന്ദ്രേട്ടന്റെ വർത്തമാനം കേട്ട. നിനക്കും അതിൽ പങ്കില്ലെന്ന് പറയാൻ പറ്റില്ല രാധികയെ. അമ്മമാരുടെ സപ്പോർട്ടില്ല പല പെൺകുട്ടികളും ഭർത്താക്കന്മാരുടെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഞാൻ എന്ത് ചെയ്തു? വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ നീ സുജിതയ്ക്ക് സപ്പോർട്ട് നൽകി. അവളുടെ ശരിക്കും ശരികേടിനും അവളുടെ കൂടെ കൂടി. അവൾ എന്റെ മോളാ. ആ, അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ശ്രദ്ധ നീ അവളുടെ കാര്യത്തിൽ കാണിക്കണമെന്നായിരുന്നു ഞാൻ പറഞ്ഞത്. ഇപ്പോ ഈ വീട്ടിൽ നിന്ന് സുജിത എവിടെ പോയതാണെന്ന് പറയാൻ നിനക്ക് കഴിയുന്നില്ലല്ലോ. ഓ, അവൾ എന്തെങ്കിലും പർച്ചേസിന് ബ്യൂട്ടി പാർലറിലോ പോയതായിരിക്കും. അല്ല. പിന്നെ നിനക്കത് അറിയാമായിരുന്നിട്ടും ഒന്നുകിൽ നീ അത് പറയാതിരിക്കുന്നു, അല്ലെങ്കിൽ നിനക്കൊന്നും അറിയില്ല. രണ്ടിലും നിന്റെ കൂട്ടുത്തരവാദിത്തമുണ്ട്. ചന്ദ്രേട്ടന് ഞാനിപ്പോ തെറ്റുകാരെയും കൊള്ളരുതാത്തവളുമായി. അതങ്ങനെ വരൂ. ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നതേ പഴകും തോറും സ്വാദം നഷ്ടപ്പെടുന്നതാണല്ലോ. ആഹാ, അവിടെയാ നിനക്ക് തെറ്റിപ്പോയത്. ദാമ്പത്യ ജീവിതം എന്നതേ പഴകും തോറും ലഹരി കൂടേണ്ട വീഞ്ഞ. പക്ഷേ അതിന് ലഹരി കിട്ടണമെങ്കിൽ അതിനൊപ്പം സ്നേഹവും വിശ്വാസവും എന്നീ ചേരുവകൾ കൂടി ചേർക്കണം. എനിക്ക് സ്നേഹവും വിശ്വാസവും ഇല്ലെന്നാണോ? അതോ ചന്ദ്രേട്ടൻ ഈ പറഞ്ഞത് രണ്ടും നഷ്ടപ്പെട്ടോ? പരസ്പരം കുത്തുവാക്ക് പറഞ്ഞതുകൊണ്ടായില്ല. നിനക്കറിയാവല്ലോ, ഒരു കുഞ്ഞു ചെടി പോലെ ആയിരുന്നു നമ്മുടെ ജീവിതം. നമ്മൾ രണ്ടുപേരും തടം വെട്ടിയും വെള്ളം കോരിയും വളർത്തിയ നമ്മുടെ കുടുംബം എന്ന ആ ചെടി ഇപ്പോ ഒരു വലിയ മരമായി. ആ തണൽ നമുക്കും നമ്മുടെ മക്കൾക്കും ജീവിതം ആസ്വദിക്കാനുള്ളതാകുമെന്ന് നമ്മൾ കരുതി. പക്ഷെ ഇപ്പോ നമ്മുടെ കുടുംബത്തിന് മേൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എപ്പോ വേണമെങ്കിലും ഇല്ലാതെ പോകാവുന്ന തണലാ നമുക്കുള്ളത്. ഈ കെട്ടി ഉയർത്തിയതിലൊക്കെ സന്തോഷമില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇതൊക്കെ? ഞാനെടുത്ത തീരുമാനങ്ങളുടെ പേരിൽ നിങ്ങൾക്ക് എന്നെ കുറ്റപ്പെടുത്താം, പരിഹസിക്കാം. പക്ഷേ ഒരിക്കലും ഈ വീടിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലാതെ, നമ്മുടെ മക്കളുടെ ഭാവിക്ക് വേണ്ടിയല്ലാതെ ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടില്ല. സുജിത വരട്ടെ, ഞാൻ സംസാരിക്കാം അവളോട്. അവളെവിടെയാ പോയതെന്ന് ഞാൻ ചോദിക്കാം. അറിയണം. അവൾ തെറ്റായ വഴിയിലൂടെ പോയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണം. അതിന് നിനക്ക് കഴിയും. സുജിത കൂടി ഒപ്പം നിന്നാലേ സുധിയുടെ ജീവിതം നമുക്ക് നേർവഴിയിലേക്ക് എത്തിക്കാൻ കഴിയൂ. ഹലോ, അതെ, ചന്ദ്രദാസാണ്. ശരി, ഞാൻ നാളെ ഓഫീസ് ചെയ്തിട്ട് വിളിക്കാം. ആ, എന്താ, എന്തെങ്കിലും പ്രശ്നം? ബിസിനസ്സിലെ പ്രശ്നങ്ങൾ എന്നെ ഒരു തരത്തിലും ബാധിക്കില്ലെന്ന് നിനക്കറിയാവല്ലോ. ഇതും അങ്ങനെ തന്നെയാ. പക്ഷേ നമ്മുടെ ഫാമിലി പ്രോബ്ലംസ് അതെന്റെ ഉറക്കം കെടുത്തു. ഞാനിപ്പോൾ അസ്വസ്ഥനാവുന്നതും കുടുംബ പ്രശ്നങ്ങളുടെ പേരിലാണ്. ചന്ദ്രേട്ടൻ മനസ്സ് വിഷമിപ്പിക്കരുത്, എല്ലാം നേരെയാവും. ആ പ്രതീക്ഷയിലാ ഞാനും. നേരെയാവും, നേരെയാവണം.
സത്യ പുതിയ സെർവറിനെയൊക്കെ വെച്ചോ? സെർവന്റ് അല്ല, ഓണറാ. ഇത് സത്യയുടെ വർക്ക്ഷോപ്പ് ആണെന്നാണല്ലോ ഞാൻ കേട്ടിട്ടുള്ളത്. ഇത് ഞങ്ങളുടെ തറവാട് സ്വത്താ, നിങ്ങളുടെ മണിമംഗലം ബിൽഡേഴ്സ് പോലെ തന്നെ. കമ്പയർ ചെയ്യാൻ പറ്റിയൊരു സ്ഥാപനം. എവിടെ നിങ്ങളുടെ MD? മാഡം ഇരുന്നാട്ടെ. ഇരിക്കാൻ പറ്റിയ സ്ഥലം. എനിക്ക് അവളെ ഒന്ന് കാണണം, ഒരു സന്തോഷ വാർത്ത അറിയിക്കാനാ. ആരെ? നിങ്ങളുടെ മാനേജിംഗ് ഡയറക്ടറെ, സത്യയെ. സത്യമോൾ ഇപ്പൊ എത്തും. എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞാൽ മതി. എനിക്കിത് സത്യയോട് നേരിട്ട് പറയാനുള്ളതാ. സത്യം സുധിയുമായുള്ള ഡിവോഴ്സിന്റെ കാര്യമാണോ? നേരിട്ട് ഞാൻ പറഞ്ഞോളാന്നല്ലേ നിങ്ങളോട് പറഞ്ഞേ? അവളെ വിളിക്ക്. അവളിവിടെ ഇല്ല. വീട്ടിലുണ്ടാവോ? അപ്പൊ കാര്യം സീരിയസ് ആണ്. എടോ, ചോദിച്ചത് കേട്ടില്ലേ? ഇല്ല, അന്ന് ചെവിക്കുറ്റി നോക്കി മാഡം ഒന്നും തന്നില്ലേ? അതിനുശേഷം കേൾവിക്ക് ചെറിയ തകരാറുണ്ട്. എടോ, സത്യയെ വീട്ടിൽ പോയാ കാണാൻ പറ്റുമോന്ന്? മണിമംഗലം വീട്ടിലോ? മണിമംഗലത്ത് നിന്ന് അവളെ പടിയടച്ച് പിണ്ടം വെച്ചു. ഇനി അത് അവളുടെ വീടല്ല. അപ്പൊ ഡിവോഴ്സ് ആയോ? ആ വിവരം അറിയുമ്പോൾ സത്യ തകരും. അപ്പോഴാണ് കോളനിയിലെ ഫ്ലാറ്റിന്റെ കാര്യം സത്യയുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറഞ്ഞത്. എനിക്ക് സത്യയെ കണ്ടേ പറ്റൂ. പരിപ്പോടെ കിട്ടില്ല, പൊരിച്ച പത്തിരി മാത്രമേ കിട്ടൂ. വേണമെങ്കിൽ പഴംപൊരി സംഘടിപ്പിക്കാം. എടോ, സത്യ വരുമ്പോ അവളോട് പറഞ്ഞേക്ക്, ഈ ജന്മം ഇനി അവള് സുധിയെ കാണില്ലാന്ന്. സുധി മരിച്ചെന്നോ? ഈശ്വര, നല്ല പയ്യനായിരുന്നു. ദേ കളിക്കല്ലേ, തന്റെ പൊട്ടങ്കളി കാണാനല്ല ഞാൻ വന്നത്. എനിക്ക് അവളെ കിട്ടണം, സത്യയെ. സത്യേ പുതിയൊരു ബിസിനസ് തുടങ്ങാനുള്ള തിരക്കില്ല. മാഡം പോയിട്ട് പിന്നെ വാ. എടോ നിക്കണം. പുതിയ ബിസിനസ്സോ? സത്യയോ? അതെ. പുതിയ എന്ത് ബിസിനസ്? ഓ, വല്ല കൊട്ടേഷൻ ബിസിനസ്സും ആവും. അല്ല, ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയാ. മണിമംഗലം ബിൽഡേഴ്സിനെ പോലെ? അല്ലല്ല, അതിനേക്കാൾ കുറെ കൂടി മെച്ചപ്പെട്ട കമ്പനിയാ സത്യം ഉദ്ദേശിക്കുന്നത്. മോഹം കൊള്ളാം. ആഗ്രഹിക്കുമ്പോഴേ അങ്ങനെ തന്നെ ആഗ്രഹിക്കണം. പക്ഷേ എന്താ പറ്റില്ലേ? എടോ, ആന അപ്പി ഇടുന്നത് കണ്ട് അണ്ണാനും അതുപോലെ വേണോന്ന് വിചാരിച്ചാ പറ്റില്ല. ഇത് സത്യ തനിച്ചല്ല തുടങ്ങുന്നത്. സാറും കൂടെ കാണുമല്ലേ? ഞാനല്ല, സത്യയും അവളുടെ ചേച്ചിയും കൂടെ. ആര്? ദിവ്യയോ? അതെ, അവര് ബിസിനസ് കാര്യങ്ങളുമായിട്ട് അതിന്റെ ടൂറിലാണ്. മാഡത്തിന് വല്ല പോസ്റ്റ് വേണമെങ്കിൽ പറ, ഞാൻ റെക്കമെൻഡ് ചെയ്യാം. തരപ്പെടുത്തണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ, നമുക്ക് സെറ്റപ്പ് ആകാതെ. ഒന്ന് പോടോ. അതെ മാഡം, ചായ എടുക്കട്ടെ? ഒരു ചായ കുടിച്ചിട്ട് പോവാന്ന്. ഒന്ന് പോകുന്നുണ്ടോ? അല്ല, അല്ല പിന്നെ പപ്പനോട് അവളുടെ കളി.
ദിവ്യയും കൂടി ബിസിനസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോ മാഡത്തിന്റെ മുഖം അങ്ങ് മാറി. ശരിയാക്കി കൊടുക്കാം. ആ, ഞാൻ എന്റെ പണിയായിട്ട്. നീ അഡ്വക്കേറ്റിനെ കാണാൻ പോയതാണോ? കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിൽ നമ്മളിനി അഡ്വക്കേറ്റിനെ ഒന്നും കാണേണ്ടി വരില്ല. എന്താ നിനക്ക് പറ്റിയത്? മണിമംഗലം ബിൽഡേഴ്സ് മൂക്ക് കുത്തി വീഴാൻ പോന്നു. സുധി ബിസിനസ് കാര്യത്തിൽ ശ്രദ്ധിക്കാത്തത് കൊണ്ടാവും നീ അങ്ങനെ പറഞ്ഞത്. ഇനി സുധി ശ്രദ്ധിച്ചാലും കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. എന്താ നീ കാര്യം പറ. ആ 4ാം ക്ലാസ്സുകാരി അവളുടെ ചേച്ചിയോടൊപ്പം ബിസിനസ് തുടങ്ങാൻ പോന്നു. ആര്? സത്യയോ? ആ അതെ, സത്യയെ സഹായിക്കാൻ അവളുടെ ചേച്ചിയുണ്ടത്രേ. ദിവ്യയെ സത്യം ചേർന്ന് ബിസിനസ്സോ? നീ നടക്കുന്ന കാര്യം വല്ലതും ഉണ്ടെങ്കിൽ പറ. പറയാനൊന്നും പറ്റില്ലമ്മേ. സത്യയുടെ സോപ്പിങ്ങില് ആ പാവം ദിവ്യ ചിലപ്പോ വീണു പോയിട്ടുണ്ടാവും.